നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്ത് ജനുവരി മാസം 29-ാം തീയതി സംസ്ഥാന ബഡ്ജറ്റ് നടക്കുകയാണ്. അതുമാത്രമല്ല, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷനുകൾ. ഇത് പടിപടിയായി ഉയർത്തി 2500 രൂപയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത്. സംസ്ഥാന ബഡ്ജറ്റിൽ വീണ്ടും ഒരു തുക വർധനവിന് കളമൊരുങ്ങുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. സംസ്ഥാന ബഡ്ജറ്റിൻ്റെ സമയത്തായിരിക്കും ഇതിൽ നിർണായക അറിയിപ്പുകൾ വരുന്നത്. നിലവിൽ ഈ സംസ്ഥാന ബഡ്ജറ്റിൽ 2500 രൂപയിലേക്ക് പെൻഷൻ എത്തുമെന്നാണ് വിവിധ മേഖലകളിൽ നിന്ന് ഇപ്പോൾ ഒരു അഭിപ്രായം വരുന്നത്. അതുമാത്രമല്ല, പെൻഷൻ വർധനവ് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകി പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ ഔദ്യോഗികമായിട്ട് സംസ്ഥാന ബഡ്ജറ്റിൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ പെൻഷൻ ലഭിക്കുന്ന 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വലിയൊരു സഹായമായിട്ട് മാറുകയും ചെയ്യും ഈ പദ്ധതി. നിലവിൽ ഇപ്പോൾ പ്രതിമാസം 2000 രൂപ വീതമാണ് ധനസഹായം ലഭിക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ കർഷകർക്ക് കാർഷിക അനുബന്ധ ഉപകരണങ്ങൾ അല്ലെങ്കിൽ കാർഷിക ഉപകരണങ്ങളെല്ലാം സബ്സിഡി നിരക്കിൽ 40 മുതൽ 50% വരെ സബ്സിഡിയിൽ വാങ്ങുന്നതിനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കിത്തരുന്നത്. കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണിത്. അതായത് പാതി തുക മാത്രം കർഷകർ മുടക്കിയാൽ മതി, ബാക്കി പകുതി തുകയോളം കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി നൽകും. അങ്ങനെ നമുക്ക് കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങാൻ സാധിക്കും. കാർഷിക മേഖലയ്ക്ക് ഏറ്റവും വലിയ സഹായകരമാകുന്ന പദ്ധതികളാണിത്. ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് കാർഷിക അനുബന്ധ മേഖല അല്ലെങ്കിൽ കാർഷിക മേഖലയുമൊക്കെ ബന്ധപ്പെട്ടുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് യന്ത്ര സാമഗ്രികളുണ്ട്, ചെറിയ യന്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലഘു യന്ത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിന് ഇവിടെ സബ്സിഡി ഇട്ട് നൽകുകയാണ്. അതുമാത്രമല്ല, കാർഷിക സംഘങ്ങളിലൂടെയൊക്കെ അപേക്ഷ വെക്കുന്നവർക്ക് 80% വരെയൊക്കെ സബ്സിഡി ലഭിക്കുന്ന പദ്ധതികളുമുണ്ട്. ട്രാക്ടറുകൾ ഉൾപ്പെടെ വാങ്ങാൻ സാധിക്കുന്ന തരത്തിലാണ് സ്കീമുകൾ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെടുക, അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കുക. അതല്ല എങ്കിൽ ഈ ഇത്തരത്തിൽ കാർഷിക ഉപകരണങ്ങൾ വിൽപ്പന ചെയ്യുന്ന സ്ഥാപനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാലും അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ പൂർണ്ണതോതിൽ തന്നെ വിതരണം ആരംഭിക്കും. മുൻഗണനാ വിഭാഗങ്ങൾക്കും മുൻഗണനേതര വിഭാഗങ്ങൾക്കും ഈ പ്രാവശ്യം മുതൽ ആട്ടയുണ്ട്. എന്നാൽ APL വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകൾക്ക് ഇപ്പോൾ അരി വിഹിതമൊക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷേ സപ്ലൈകോ വഴി നമുക്ക് ആവശ്യത്തിലധികം അരി വാങ്ങാൻ സാധിക്കുന്നതുമായിരിക്കും. 12ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ നിരവധി സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളുമെല്ലാം പ്രത്യേക ഓഫറുകളിൽ നമുക്ക് വാങ്ങാനുള്ള അവസരവും സപ്ലൈകോ ഒരുക്കി തരുന്നുണ്ട്. റേഷൻ കാർഡുമായിട്ട് സപ്ലൈകോയിലും എത്തി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡിൻ്റെ മുൻഗണന അത് നഷ്ടമാകുന്നതിന് ഉൾപ്പെടെ കാരണമായേക്കാം. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, SIRൻ്റെ ഭാഗമായിട്ട് എന്യൂമറേഷൻ ഫോമുകൾ നമ്മൾ കൊടുത്തിരുന്നു. അതിനുശേഷം ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് കൃത്യമായിട്ടൊരു ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൽ തന്നെ ഹിയറിങ്ങിന് ആവശ്യമുള്ളവരെ BLOമാർ കൃത്യമായിട്ട് നമ്മുടെ വീടുകളിലെത്തി ഈ കാര്യങ്ങൾ ഇൻഫോം ചെയ്യും. അനുബന്ധ രേഖകൾ, തൃപ്തികരമായ രേഖകൾ, BLOമാർ നിർദ്ദേശിക്കുന്ന രേഖകൾ ഹാജരാക്കി വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. പേര് പുറത്താകുന്നതിന് മുൻപ് തന്നെ ഒരുപാട് ഇളവുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് രേഖകൾ ഹാജരാക്കി വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തുന്നതിന് വേണ്ടി സമ്മതിദായകരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. വരും ദിവസങ്ങളിൽ തന്നെ BLOമാർ ഇത്തരം ആളുകളുടെ വീടുകളിലേക്ക് തന്നെ കൃത്യമായിട്ട് എത്തിച്ചേർന്ന് ഈ കാര്യങ്ങൾ, ഹിയറിംഗ് നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.